പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ സഹിയായിട്ടാണെങ്കിലും നവ്യയുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നവ്യയാണെങ്കിൽ സമനില തെറ്റിയൊക്കെ നിൽക്കുന്നൊരു പരുവം. അങ്ങനെ പോയി നമ്മൾ അബിയുടെ ഉടുപ്പിലൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ, ഇത്രയും നാൾ നീ എന്നെ വഞ്ചിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്നെ ചതിച്ചിട്ട് എൻ്റെ അടുത്ത് സ്നേഹമൊക്കെ അഭിനയിച്ചിട്ടാണെങ്കിൽ നീ എന്നെയും എൻ്റെ അനിയത്തിമാരെയും തമ്മിൽ അകറ്റി വരെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, നിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി നീ എന്നെ എൻ്റെ അനിയത്തിമാരെയും തമ്മിൽ തെറ്റിക്കുക വരെ ചെയ്തിട്ടുണ്ടല്ലേ, ഇപ്പം നീ എന്നെ നിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി നീ എന്നെ ഉപയോഗിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നവ്യ നേരെ റൂമിലോട്ട് പോയിട്ടാണെങ്കിൽ അവിടെ കിടക്കുന്ന തലയണകളും അതും ഇതൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ റൂമിലോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ കാണിക്കുന്നത്, അവർ പറയുന്ന കള്ളത്തരങ്ങൾ അവർ പറയുന്നതൊക്കെ അപ്പം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ എൻ്റെ അഭിയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല, ആദർശ് തന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ ഇങ്ങനെ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ, പോയില്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ദേഷിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, മോളെ നീ എന്താ ഈ പറയുന്നതൊക്കെ, നീ ഇപ്പം നല്ലൊരു ജോലിക്ക് നീ ഇറങ്ങി തിരിച്ചല്ലോ, അപ്പോൾ അതൊക്കെ അവർക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ വീണ്ടും ഓരോ അഭിനയങ്ങളും കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് നവ്യയുടെ മുമ്പിൽ വീണ്ടും ചെന്നിട്ടുണ്ട്. ജലജ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ ജോലിക്കൊക്കെ പോയത് കൊണ്ട് നിന്നെ എങ്ങനെയും തളർത്താൻ നോക്കിയത് അവർ, എന്നാലല്ലേ നീ ഇനിയിപ്പോൾ ആ ജോലിക്ക് പോകാതിരിക്കത്തതും ഉള്ളൂ, അന്നേരല്ലേ നമ്മൾ ബുദ്ധിമുട്ടുന്നതൊക്കെ അവർ കാണത്തതും ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് വേണ്ടി ആ കളവന് നിൻ്റെ അനിയത്തിയൊക്കെ ചെയ്ത വേലയാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതെ നിങ്ങൾ പോകുന്നതിന് വല്ലതും വേണം, അബിയെ തന്നെ ഞാൻ വെറുതെ വിട്ടത്, എൻ്റെ ദേഷ്യം അത്രയ്ക്ക് തീർക്കണമെന്നുണ്ടായിരുന്നു, അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്നെ സഹിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ റൂമിൽ നിന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ജലജ ഓരോന്ന് പറയുന്ന സമയത്താണെങ്കിൽ നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാൻ വയ്യാതെ നവ്യാണെങ്കിൽ ജലജയുടെ ചെവി കുറ്റി നോക്കി 2 അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ സ്വഭാവം കൊണ്ടാണ് നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഇട്ടിട്ട് പോയെന്നൊക്കെ ഉള്ളൊരിത് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മക്കളെ വളർത്തുന്നത്, നിങ്ങളെ വളർത്തിയതിൻ്റെ ദോഷമായിരിക്കും അവൻ ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും മുമ്പ് ഇങ്ങനെയായിരുന്നോ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ ദേഷ്യത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെ സ്വഭാവം കണ്ടല്ലേ നിങ്ങളെ മക്കൾ പഠിക്കത്തുള്ളൂ, ഇങ്ങനെയാണോ അവർ മക്കളെയൊക്കെ വളർത്തി വെക്കുന്നത്, അവൻ കാരണം എത്രയും പെണ്ണുങ്ങളെ ജീവിതങ്ങളാ നശിച്ചു പോയതൊക്കെ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണോ ഓരോ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ കാരണം എത്ര പെൺകുട്ടികളെ ജീവിതങ്ങളാ ഇല്ലാതായി പോയെന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് വീണ്ടും ഇനി അവനേക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ, ഞാൻ തെളിവുകൾ ഉൾപ്പെടെ ഞാൻ കണ്ടത്, ഇനി എൻ്റെ അടുത്ത് ഇനി വീണ്ടും അവനെക്കുറിച്ച് ന്യായീകരിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുവാണോ എന്നൊക്കെ നവ്യാണെങ്കിൽ നല്ല രീതിയിലുള്ള മറുപടികൾ ജലജയ്ക്ക് കൊടുക്കുന്നുണ്ട്. കള്ളത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നവ്യാണെങ്കിൽ ജലജയെ നല്ല രീതിയിലൊക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജലജ, അയ്യോ ഓടി വായോ, ആരെങ്കിലും ഓടി വായോ, എന്നെ എടുത്തിട്ട് ഇവിടെ തല്ലി കൊല്ലുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്ക് നിങ്ങളെ മോനിക്കുക ഭ്രാന്ത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറയുന്നുണ്ട്, ഇനി മേലെ എന്നെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒറ്റ ഒരാൾ ഈ റൂമിൻ്റെ അകത്തോട്ട് വന്ന് പോരെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഡോറൊക്കെ വലിച്ച് അടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ സൗണ്ടൊക്കെ കേട്ടിട്ടാണെങ്കിൽ നയനയാണെങ്കിൽ ഓടി മേളിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ഡോറ് മുട്ടുന്നുണ്ട്, ചേച്ചി ഡോറ് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, മോള് പേടിക്കേണ്ട, ഞാനൊന്നും ചെയ്യത്തില്ല, അങ്ങനെ സ്വയം ജീവൻ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ചതിച്ചവരുടെ നാശം കാണാതെ ഞാൻ അടങ്ങത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഒന്ന് തനിച്ചിരുന്ന് ഒന്ന് ഞാൻ കരഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ ജീവനൊന്നും ഞാൻ ഇല്ലാതാക്കാനൊന്നും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ പിന്നെ നമ്മളെ നയനയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ആവുന്നുണ്ട്, എന്തായാലും പിന്നെ ചേച്ചി ഒന്നും ചെയ്യത്തില്ലെന്നുള്ള ഒരു സമാധാനമൊക്കെ നയനയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട്, മോളെ അവൾ എന്തായാലും ഇച്ചിരി ഒന്ന് കഥ അടച്ചൊക്കെ ഇരുന്ന് അവൾ കരഞ്ഞ് തീർത്തോട്ട്, ഇത്രയും നാൾ അവൾ ചതിക്കപ്പെടുകയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അവൾ നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തിയതിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അവളെ മനസ്സിൽ കാണും, അപ്പോൾ അവൾ എന്തായാലും കുറച്ച് നേരം എന്തായാലും അവൾ സ്വസ്ഥതയായിട്ടൊന്ന് ഇരുന്ന് അവൾ കരഞ്ഞ് തീർക്കട്ടെ, അവളെ ആരും ശല്യം ചെയ്യാൻ വേണ്ടി ഒന്നും പോകണമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ നയനയെല്ലാം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നാണെങ്കിലും നമ്മളെ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തായാലും നവ്യയുടെ മുമ്പിൽ നമ്മളെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് വീണല്ലോ, ഇനിയിപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ഉള്ള ഒരു സങ്കടത്തിൽ നമ്മൾ അഭിയും ജലജയാണെങ്കിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.